ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ KSRTC ബസ് അവിടെ ചുരത്തിന് മറിഞ്ഞതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാം. നെല്ലിയാമ്പതി ചുരത്തിലാണ്, പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് അപകടമുണ്ടായത്. വാഹനം നമ്മൾ കാണുമ്പോൾ കുറച്ച് ഗൗരവതരമായുള്ള അപകടമാണ് എന്ന തോന്നൽ തന്നെയാണ് ഉണ്ടാകുന്നത്. സച്ചിൻ അവിടെ നിന്ന് ചേരുന്നു. സച്ചിൻ, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ പൂർണ്ണമായി കഴിഞ്ഞോ? ആളുകളെല്ലാം പുറത്തേക്ക് ഇറക്കി ആശുപത്രിയിലേക്ക് മാറ്റിയോ? സനീഷ്, നിലവിൽ യാത്രക്കാർ എത്ര പേര് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9:30യോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടക്കുന്നതടക്കം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ തന്നെ ബസ് ഈ ചുരത്തിന്റെ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് മറിഞ്ഞതാകാം എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസിനും അതേപോലെ തന്നെ നാട്ടുകാർക്കെല്ലാം ഉള്ളത്. കാരണം ബസ് സമീപത്തെ മതിലിലും അതേപോലെ തന്നെ മരത്തിലും ഇടിച്ചതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എത്ര പേർ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, അപകടത്തിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായി പുറത്തു വരേണ്ടതുണ്ട്. സനീഷ്, അതാണ്, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, വലിയ വിവരങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു കുറച്ച് ഗൗരവമുള്ള അപകടമാണ് എന്ന ഒരു തോന്നൽ തന്നെയാണ്. ആളുകൾ കൂടുതലായിട്ട് അപകടത്തിൽപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ കാര്യങ്ങളെ കാണാം. പക്ഷേ നമ്മൾ ഈ ഫോട്ടോ, ഈ വിഷ്വൽസ് കാണുമ്പോൾ നമുക്കത് ഇപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് രാവിലെ 10:30 9:30യോടെയാണ് അപകടമുണ്ടായത്. 9:30 രാവിലെ KSRTC ബസ്സിൽ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതൽ ഉണ്ടായിരിക്കാനാണല്ലോ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ സാധ്യത. പ്രത്യേകിച്ചും നെല്ലിയാമ്പതിയിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഓടുന്ന റൂട്ട് എന്ന നിലക്കല്ലല്ലോ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുണ്ടാകും. അങ്ങനൊരു വാഹനം KSRTC ബസ് എനിക്ക് തോന്നുന്നു ആ റോഡിൽ നിന്ന് നേരെ വശത്തേക്ക് അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയതാണ്. റോഡിൽ നിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ മറ്റു വാഹനങ്ങളും ആളുകളെല്ലാം നിൽക്കുന്ന റോഡിലാണ്. റോഡിൽ നിന്ന് പെട്ടെന്ന് തെറ്റിയിട്ട് താഴേക്ക് ചെന്നിടിച്ച് അവിടെ നിൽക്കുകയോ മറ്റോ ആണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുക. സ്വാഭാവികമാണും രാവിലെയാണ്, KSRTC ബസ്സാണ്. അതിനകത്ത് ആളുകൾ കൂടുതൽ പേരുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സച്ചിൻ അവിടെ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. കൂടുതൽ ഉണ്ട് എന്നാണ്.